ഇന്നു മുതൽ ഭജഗോവിന്ദം എന്ന ശങ്കരാചാര്യ കൃതിയെക്കുറിച്ചുള്ള പഠനം ആരംഭിക്കുകയാണ്. വൈവിധ്യമാർന്ന ധാരകളിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന ഭാരതത്തിൻ്റെ ആത്മീയ വഴികളെ ഒന്നിച്ചിണക്കി അദ്വൈതത്തിൻ്റെ ചരടിൽ കോർത്ത് സനാതനധർമ്മത്തെ ചിരസ്ഥായിയാക്കിയ മഹാത്മാവാണ് ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ. 8ാമത്തെ വയസ്സിൽ സ്വഭവനം വിട്ടിറങ്ങി സമാധിസ്ഥനാകുവോളം ഭാരതമെമ്പാടും ചുറ്റി സഞ്ചരിച്ച് അദ്വൈതത്തിൻ്റെ മഹാശൃംഗമേറി രാഷ്ട്രത്തിൻ്റെ 4 ദിക്കുകളിലും അദ്വൈത വേദാന്ത പ്രചരണാർത്ഥം മഠങ്ങൾ സ്ഥാപിച്ച് ഭാരതീയ ദർശനത്തിന് മഹോന്നത സ്ഥാനം നേടിക്കൊടുത്ത ആചാര്യസ്വാമികളുടേത് എന്ന് പറയപ്പെടുന്ന മഹത് കൃതിയാണ് ഭജഗോവിന്ദം അഥവാ മോഹമുദ്ഗരം. ഭജന സമ്പ്രദായത്തിലുള്ള ഒരു ദാർശനിക കൃതിയാണിത്. മോഹാന്ധകാരത്തിൽപ്പെട്ടുഴലുന്ന മാനവരാശിയുടെ മോഹത്തെ തകർക്കുന്ന മുദ്ഗരം, ഇരുമ്പുലക്ക എന്ന അർത്ഥത്തിലാണ് ഈ കൃതിക്ക് മോഹമുദ്ഗരം എന്ന പേര് ലഭിച്ചത്. മനുഷ്യജീവിതത്തിൽ നാം പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ പലതിനോടും അടുക്കുന്നു. അമിത സ്നേഹമായി, ആസക്തിയായി ആ അടുപ്പങ്ങൾ മാറുന്നു. ഇത് ജീവിതത്തെ അതിൻ്റെ യഥാർത്ഥ സത്തയിൽ നിന്ന് അകറ്റുകയും സ്വയം നഷ്ടമാകുന്ന ഇരുളിൽ തളച്ചിടുകയും ചെയ്യുന്നു. ഇങ്ങനെ പാഴാകാൻ ഉള്ളതല്ല ജീവിതം. ഭക്തി, ജ്ഞാനം, കർമ്മം എന്നീ മാർഗങ്ങളെ അവലംബിച്ച് സത്യമായ വസ്തുസ്ഥിതിയെ അറിഞ്ഞ് സാക്ഷാത്കാരത്തിലെത്താൻ ഓരോ വ്യക്തിക്കും ആകും. ഭജഗോവിന്ദത്തിലെ ആദ്യത്തെ 12 ശ്ലോകങ്ങളാണ് ആചാര്യസ്വാമികൾ രചിച്ചതെന്ന് പറയപ്പെടുന്നു. ദ്വാദശ പഞ്ചരിക സ്തോത്രം എന്നാണ് ഈ 12 ശ്ലോകങ്ങൾ അറിയപ്പെടുന്നത്. പിന്നീടുള്ള ഓരോ ശ്ലോകവും സ്വാമികളുടെ ഓരോരോ ശിഷ്യരുടെ രചനകളാണത്രേ. ചർപ്പട പഞ്ചരിക സ്തോത്രം എന്നാണ് അവ അറിയപ്പെടുന്നത്. ഈ സ്തോത്രകൃതിയുടെ രചനയ്ക്ക് പിറകിലേതെന്ന് പ്രചരിക്കുന്ന ഒരു കഥയുണ്ട്. ഒരിക്കൽ കാശിയിൽ വച്ച് ആചാര്യസ്വാമികൾ ഒരു വൃദ്ധനെ കാണാൻ ഇടയായി. പ്രായമേറെ ചെന്ന ആ മനുഷ്യൻ പാണിനിയുടെ സംസ്കൃത ഭാഷാ നിയമങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രയത്നം കണ്ട സ്വാമികൾക്ക് നന്നേ വിഷമം തോന്നി. വാർദ്ധക്യം എത്തിയിട്ട് പോലും ആത്മസ്മരണത്തിന് മനസ്സ് കൊടുക്കാതെ ഇന്ദ്രിയങ്ങളുടെയും ബുദ്ധിയുടെയും വ്യായാമങ്ങളിൽ പെട്ടുപോകുന്നു മനുഷ്യർ. ഏതൊക്കെയോ മോഹങ്ങൾ ഏതൊക്കെയോ വഴികളിലൂടെ ജീവനെ നയിക്കുന്നു. അതുകൊണ്ട് അപ്പോൾ ആചാര്യസ്വാമികൾ ചൊല്ലി, ഭജഗോവിന്ദം ഭജഗോവിന്ദം. ഇനിയുള്ള ദിനങ്ങളിൽ ഭജഗോവിന്ദത്തിൻ്റെ ഓരോ ശ്ലോകത്തിലൂടെയുള്ള പ്രയാണത്തിന് ഒരു കൃപയായി